ഗസയിൽ ഹമാസ് സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നു എന്ന് ഇസ്രായേൽ. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഇടപെടൽ നടത്തണമെന്നാണ് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടത്. വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലുകൾ നിത്യകാഴ്ചയെന്നോണം ഈ മേഖലയിൽ നടക്കുന്നു. സൈനിക ശേഷി സജീവമാക്കുകയും അതോടൊപ്പം തന്നെ വ്യത്യസ്ത വ്യക്തികൾ ഹമാസ് എന്ന് പറയുന്ന സംഘത്തോടൊപ്പം ചേരാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു. അഥവാ വിപുലീകരിക്കുന്ന ഒരു സംവിധാന കാര്യമാണ് അവിടെ നടക്കുന്നത് എന്ന് ചുരുക്കം. തകർന്ന ഭൂഗർഭ തുരങ്കങ്ങൾ പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടും ആയുധപ്പുരകൾ സജീവമാക്കുന്നതുമായി ബന്ധപ്പെട്ടും ഫലസ്തീനികളെ ഹമാസ് ട്രൂപ്പിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏതാനും മാസങ്ങളായി ഈ മേഖലയിൽ സജീവമാണ്. അപ്പൊ ഇതിനിടയിൽ തന്നെ ഹമാസ് വിരുദ്ധമായിരിക്കുന്ന ഒരു സൈനിക ട്രൂപ്പ് ഗസയിൽ പ്രവർത്തിച്ചിരുന്നു. അതിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തി പൊടുന്നനെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അന്വേഷണമൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ഇസ്രായേൽ നടത്തിയിട്ടുണ്ടെങ്കിലും പിന്നീട് അത് എവിടെയും എത്താതെ പോയി എന്നുള്ളതാണ്. ഇപ്പോൾ സ്ഥിതി ഒന്നുകൂടി സങ്കീർണമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. ഈ ആയുധക്കടത്ത് തടയാൻ വേണ്ടി ഇസ്രായേൽ പലതരത്തിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അവർക്കത് സാധിച്ചിട്ടില്ല എന്നുള്ളതും, ഈ ഹമാസിന്റെ പുനർജീവനം തടയാൻ വേണ്ടിയിട്ട് രണ്ടാം ഘട്ടം യുദ്ധം ആരംഭിക്കുന്നതിനെ കുറിച്ച് ഇസ്രായേൽ വലിയ രീതിയിൽ ആലോചിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ IDFന്റെ ആലോചനയുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ മേഖലയിൽ നിന്നുണ്ടാകുന്ന പ്രത്യാക്രമണം ഏത് തരത്തിലാണ് എന്നുള്ളതും അതിനെ എങ്ങനെ തങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കും എന്ന തരത്തിലുമുള്ള ആശങ്ക ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തെ ഇതിനോട് കൂടി പരാമർശിക്കുന്നു. ഇറാൻ പല ഘട്ടങ്ങളിലായി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശത്രുവിന്റെ കൈവശത്തിലുള്ള ആയുധത്തിന്റെ പ്രഹരശേഷി എത്രയുണ്ട് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കുന്നതിൽ തങ്ങൾ പരാജയപ്പെടുന്നു. അത് അമേരിക്കയും പരാജയപ്പെട്ടിട്ടുണ്ട്, ഇസ്രായേലും പരാജയപ്പെട്ടിട്ടുണ്ട്. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് ഹൂത്തികൾ നേർക്കുനേരെ മുഖാമുഖം ഏറ്റുമുട്ടിയ സമയത്തും സമാന സ്ഥിതി തന്നെയാണ് ഉണ്ടായത് എന്ന് ചുരുക്കം. പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉപയോഗിക്കുന്ന പ്രേരശേഷി എത്രത്തോളം ശക്തിയാണ് എന്ന് മനസ്സിലാക്കാതെ അവരുമായി അംഗം കൊടുക്കുന്നത് നല്ലതല്ല എന്ന അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുമായിട്ട് ഇപ്പോൾ ഇസ്രായേലിന് മുൻപത്തെ പോലെ നല്ലൊരു ബന്ധമില്ല, മാത്രവുമല്ല അവരുടെ പിന്തുണ കുറവാണ്. ഇത് നമ്മളെ സാരമായിട്ട് ബാധിക്കുന്നതാണ്. മുൻപ് ഇടതടവില്ലാത്ത രീതിയിൽ ഓരോരോ ദിവസവും നിത്യേന എന്ന് പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിലുള്ള ആയുധ കപ്പലുകൾ മെഡിറ്ററേനിയൻ തീരത്തേക്ക് ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക അയച്ചുകൊണ്ടേയിരിക്കും. അത് കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ടും പണം കൊടുത്ത് വാങ്ങുന്നതായിട്ട് പല തരത്തിൽ എത്തിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ആയുധത്തിന്റെ ഒരു ഷോർട്ടേജ് ഒരിക്കലും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം. നിരന്തരം ആയുധം പ്രവാഹം ഇങ്ങനെ നടത്തിയത് കൊണ്ട് അതുകൊണ്ട് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾക്ക് ആയുധത്തിന്റെ ഒരു കുറവ് ഉണ്ടായിട്ടില്ല എന്ന് പല ഘട്ടങ്ങളിലായി ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതാണ്. ഇപ്പൊ സ്ഥിതിക്ക് മാറ്റം വന്നു. ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഗൗരവപരമായ രീതിയിൽ ഇറാൻ പറഞ്ഞതോടുകൂടി അവർക്ക് അങ്ങനെ എടുത്തു ചാടിയിട്ട് പ്രവൃത്തി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് ചുരുക്കം. റഫ അതിർത്തിയുടെ നിയന്ത്രണം ഇപ്പോൾ ഗസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വളരെ സങ്കീർണമായിരിക്കുന്ന അല്ലെങ്കിൽ സങ്കടകരമായിരിക്കുന്ന പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: റഫ അതിർത്തിയുടെ നിയന്ത്രണം ഇപ്പോഴും ഇസ്രായേലിന്റെ കൈവശത്തിലാണ്. പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവരാണ് നിയന്ത്രിക്കുന്നത്. ഗുരുതര രോഗികൾക്ക് മാത്രമാണ് ഗസയിൽ നിന്ന് ഈജിപ്തിലേക്ക് ചികിത്സാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി റഫ അതിർത്തി കടന്നുകൊണ്ട് പോകാൻ വേണ്ടി പറ്റുക. അവർ തിരിച്ചു വരണമെങ്കിലും ഇസ്രായേലിന്റെ അനുമതി വേണം, പുറത്തോട്ട് പോകണമെങ്കിലും ഇസ്രായേലിന്റെ അനുമതി വേണം. അപ്പോൾ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. അത് ഈജിപ്തും ഇസ്രായേലും തമ്മിൽ ഒരു കരാർ വ്യവസ്ഥയുണ്ട്. ആ കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നു. റഫ അതിർത്തിയിൽ ഉടനീളം ഇപ്പോഴും നീണ്ടു നിൽക്കുന്ന വാഹനങ്ങളെ കാണാൻ വേണ്ടി സാധിക്കും. അഥവാ ഗസക്കകത്തേക്ക് മാനുഷിക സഹായം കൊണ്ടുപോകാൻ വേണ്ടി നിർത്തപ്പെട്ട വാഹനങ്ങളാണ് അതിൽ കൂടുതലും. മുൻപത്തെ പോലെ, അതായത് വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ഉണ്ടാകുന്നതിന് മുൻപ് നിർത്തിയ പോലെ ഇല്ലെങ്കിൽ പോലും എന്നാൽ എല്ലാ വാഹനങ്ങളും ഒരേ സമയത്ത് അകത്തേക്ക് പ്രവേശിക്കുന്ന പ്രവൃത്തിയൊന്നുമില്ല. 2-3 ദിവസം നിൽക്കേണ്ടി വരുന്നുണ്ട്, പൂർണ്ണമായി പരിശോധിക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനത്തെ സങ്കീർണമായിരിക്കുന്ന വിഷയകാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് റഫ അതിർത്തി കടന്നുകൊണ്ട് ഒരു വാഹനത്തിന് ഗസക്കകത്ത് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കുക. ഭക്ഷണം, മരുന്ന്, ഇന്ധനം ഇവ വല്ലാത്ത രീതിയിൽ നിയന്ത്രിക്കപ്പെടുന്നു. അതിനാൽ തന്നെ ജീവിത സാഹചര്യങ്ങൾ വലിയ പ്രയാസമാണ്. കുടിവെള്ളം, ഭക്ഷണം, വസ്ത്രം, ജീവിത സാഹചര്യങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അഥവാ വളരെ കൃത്യമായി അവിടുന്ന് ലഭിക്കുന്നത്
വായു മാത്രമേ ഉള്ളൂ എന്ന് ചുരുക്കം. വായു അല്ലാത്ത എല്ലാത്തിനും അവിടെ പ്രയാസം അനുഭവിക്കുന്നു. സ്ഥിര ജോലി, വരുമാനങ്ങൾ, ഈ മാനുഷിക സഹായ വിഭവങ്ങൾ ആശ്രയിച്ച് ജീവിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും. അഥവാ ജോലി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ അവർക്ക് വലിയ പ്രയാസമാണ്. മുന്നേറാൻ വേണ്ടി സാധിക്കാത്ത രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വിഭവങ്ങൾ മറ്റു ലോക രാജ്യങ്ങൾ നൽകുന്ന സമയത്ത് അത് വിതരണം ചെയ്യുന്ന ചെറുപ്പക്കാർ ആണ് കാര്യമായിട്ട് അവിടെ ജോലിക്കാർ എന്ന് പറയുന്നത്. അതല്ലാത്ത കാര്യത്തിലൊന്നും ജോലിക്കാരെ കാണാൻ വേണ്ടി സാധ്യതയില്ല. വ്യാപാരം, മത്സ്യബന്ധനം, കൃഷി, ചെറുകിട വ്യവസായങ്ങൾ പാടെ തകർന്നു പോയിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖല അപ്പാടെ അടക്കപ്പെട്ട രീതിയിലാണ്. 300ഓളം വിദ്യാലയങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. ആ തകർക്കപ്പെട്ട വിദ്യാലയങ്ങളിൽ 4-5 വിദ്യാലയങ്ങൾ മാത്രമാണ് അല്പാൽപമായിട്ട് ഒരു ജീവനുണ്ട് എന്ന് പറയാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ കുട്ടികളെ പഠനത്തിന് വേണ്ടിയിട്ട് വിടാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ തയ്യാറാകുന്നില്ല. അതിന് ജീവിതോപാധിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടത്, ബാഗും കൂടെയായിട്ട് ബന്ധപ്പെട്ട്, മാത്രമല്ല താമസവുമായിട്ട് ബന്ധപ്പെട്ട സർവ്വ മേഖലയും ഇത് ബാധിച്ചിട്ടുണ്ട് സാരമായി. ലക്ഷക്കണക്കിന് ആളുകൾ താൽക്കാലിക കൂടാരത്തിലോ കേടുപാടുകൾ സംഭവിച്ച കെട്ടിടങ്ങളിലോ ആണ് ഇപ്പോഴും താമസിക്കുന്നത്. ആയതിനാൽ തന്നെ മാനസികപരമായ രീതിയിൽ പോലും തയ്യാറെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളത്. നിലവിൽ ഗസയെ ഇപ്പൊ സഹായിക്കുന്നത് UN-ന്റെ വിവിധ ഏജൻസികളാണ്. അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന്റെ സഹായങ്ങൾ അവിടെ എത്തുന്നുണ്ട്. ഈ പാലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ സഹായമുണ്ട്. ഈജിപ്തും ഖത്തറും UAE-യും ജോർദാനും അതോടൊപ്പം വിവിധ അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളും വ്യക്തികളും ഗസക്ക് വേണ്ടി സഹായം നൽകുന്നുണ്ട്. സഹായം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടി പറ്റൂ. പക്ഷെ അവരൊക്കെ സഹായം നൽകുന്നുണ്ട്. ഹമാസ് ഗറില്ല യുദ്ധ രീതി അവലംബിക്കുന്നുണ്ട് എന്നുള്ളതും റോക്കറ്റ് വിക്ഷേപണവും സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണവും ആയുധ ശേഖരങ്ങളും ഈ സൈനികരെ സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുകയും തകർന്നിരിക്കുന്ന ബങ്കറുകൾ പുനർനിർമ്മിക്കാനുള്ള ആവശ്യമായിരിക്കുന്ന നടപടിക്രമങ്ങൾ അതും ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോഴും ഇസ്രായേലിന് കണ്ടെത്താൻ സാധിക്കാത്തത് ഈ തുരങ്കവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അത് വളരെ കൃത്യതയോടുകൂടി പുനർനിർമ്മിക്കുന്നു, അവിടേക്ക് ആയുധം ശേഖരിക്കുന്നു. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് രാത്രി കാലങ്ങളിൽ വലിയ രീതിയിലുള്ള പരിശോധന നടത്തുന്നു, ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു, മരണം വരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തു വരുന്നു. 3 ഇസ്രായേലി സൈനികർ ഈ രണ്ടാം ഘട്ട വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട ഇതിനോടനുബന്ധിച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ സംഖ്യ കൂടുതലാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നും. നമ്മളിപ്പോ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഗസയിലെ ജീവിത നിലവാര അവസ്ഥകൾ വളരെ വളരെ ദയനീയമാണ്. നമ്മൾക്കൊന്നും സാമ്പത്തികപരമായ രീതിയിലുള്ള സഹായങ്ങൾ അവിടെ എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്നാലും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നുള്ള അതൊരു പ്രതിരോധത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അവിടുത്തെ ജീവിതാവസ്ഥകളും ജീവിത നിലവാരങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യാതിരിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഇറാനുമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ഇറാന്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ ലോകത്ത് ആകമാനം പിടിച്ചുലക്കപ്പെട്ട യുദ്ധമാണ്. ഗസയും ഇസ്രായേലും യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ആ 2 രാജ്യത്തെ അത് ബാധിച്ചിട്ടുള്ളൂ. സാമ്പത്തിക മേഖലയിൽ ലോകത്തെ മുഴുവനും ഈ ബാധിക്കുന്ന തരത്തിലുള്ള യുദ്ധമൊന്നും അല്ല അവിടെ നടന്നത് എന്നുള്ളത് നമുക്കറിയാം. ആ രാജ്യത്തെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഉക്രൈനും റഷ്യയും 5ാമത്തെ വർഷത്തിലേക്കാണ് യുദ്ധം. ആ 2 രാജ്യത്തെയാണ് അത് ബാധിച്ചത്. മറ്റുള്ള രാജ്യത്തേക്കൊന്നും ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബാധിച്ചിട്ടില്ല. അപ്പൊ അമേരിക്ക വെനിസുലയിലെ പ്രസിഡന്റ് തട്ടിക്കൊണ്ടുപോയ വിഷയം എന്ന് പറഞ്ഞാൽ ആ വെനിസുലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മാത്രമാണ് ബാധിച്ചത്. സുഡാനിലെ ആഭ്യന്തര കലാപം ഉണ്ടാകുന്ന സമയത്ത് ആ രാജ്യത്തെ മാത്രമാണ് ബാധിച്ചത്. അങ്ങനെ വ്യത്യസ്ത തരം സിറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് അവിടെയാണ് ബാധിച്ചത്. പറഞ്ഞു വരുന്ന കാര്യം, ഈ രാജ്യങ്ങളിൽ എല്ലാ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായ സമയത്ത് ആ രാജ്യത്തെ മാത്രം ബാധിക്കപ്പെട്ടതാണ്. ഇറാനെ തൊട്ട സമയത്ത് ലോകത്താകമാനം ബാധിച്ചു എന്ന് പറഞ്ഞാൽ 42% വരെ ഒരു വേളയിൽ പെട്രോളിയത്തിന്റെ വില അമേരിക്കയിൽ കൂടിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് നിസ്സാരമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുകയും വിൽപ്പന ചെയ്യുകയും ചെയ്യുന്ന രാജ്യങ്ങളിൽ അമേരിക്കയുടെ പേരുണ്ട്. അവർക്ക് പോലും അത് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധമായിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഗസ ഒരു ഭാഗത്ത് സജീവമായി ഉയർന്നു വരുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇറാൻ മറുവശത്ത് സജീവമായി നിൽക്കുന്നു. ഹൂത്തികൾ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. ഹിസ്ബുള്ള ഗ്രൂപ്പ് ലെബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് വേറൊരു ഭാഗത്ത് നിൽക്കുന്നു. സർവ്വ മേഖലയിലും യുദ്ധം എന്താണ് എന്നുള്ളത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഇസ്രായേലിനെതിരെ ഒരു പൊതു സംവിധാനം, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടുണ്ട് എന്നാണ്
നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതിൽ ദയനീയപരമായിരിക്കുന്ന അവസ്ഥ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രദേശത്തിന്റെ പേരായി ഫലസ്തീന്റെ ഗസ മാറിയിരിക്കുന്നു എന്നുള്ളതും വല്ലാതെ വൈകാതെ അതിനൊക്കെ ഒരു പുനർജീവനം നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും. താങ്ക് യു.